അത്യുന്നതനേ. വാനവും ഭൂമിയും ചമച്ചവനേ, വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനേ. വാനവും ഭൂമിയും ചമച്ചവനേ, മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ. സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും അഭിഷക്തമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ലോകരാജ്യങ്ങളിലിരുന്നു കൊണ്ട് കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടാൻ അഭിഷക്തയെ ബലപ്പെടുത്തിയല്ലോ. തുടർന്നും കർത്താവ് ബലപ്പെടുത്തട്ടെ. ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൻ്റെ വലിയ മഹത്വം കണ്ട് സന്തോഷിപ്പാൻ സർവശക്തനായ ദൈവം സഹായിക്കേണ്ടതിന് വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും നമുക്കായിരിക്കാം. സർവശക്തനായ സർവകൃപാലുവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ ഇന്ന് പകൽക്കാലം ചെയ്യേണ്ടതിന് വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും നമുക്കായിരിക്കാമല്ലോ. അല്പനിമിഷം ധ്യാനിപ്പാൻ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 45-ാമത്തെ അധ്യായം അതിൻ്റെ 1, 2, 3 വാക്യങ്ങളിലേക്ക് നിങ്ങളെ വിലയേറിയ ശ്രദ്ധയെ ചോദിക്കുകയാണ്. അതിൻ്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ നിനക്ക് മുൻപായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. ഒരു പ്രാവശ്യം കൂടെ ആ വാക്യം വായിക്കുന്നു: ഞാൻ നിനക്ക് മുൻപായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയിരിക്കുന്നത്. 1-ാമത്തെ വാക്യം മുതൽ 5-ാമത്തെ വാക്യം വരെ ഇവിടെ വായിക്കുമ്പോൾ ദൈവം തൻ്റെ അഭിഷക്തന് വേണ്ടി, ആരാഭിഷക്തൻ? ഹോരശിനെ വിളിക്കുന്നത്. സ്തോത്രം. ആമേൻ. ഇതര പ്രവാചകന്മാരിൽ കൂടെ, ഇതര രാജാക്കന്മാരിൽ കൂടെ ഒന്നും ആമേൻ ഇത് ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങൾ അഭിഷക്തനായിരിക്കുന്ന ഹോരശിനെ ദൈവം തെരഞ്ഞെടുക്കുകയാണ്. സ്തോത്രം. ആമേൻ. ഇന്ന് പകൽ ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ഡിസംബർ മാസം 20-ാമത്തെ ദിവസം. പ്രൈസ് ദി ലോർഡ്. ഇനി ഒരു 11 ദിവസം കൂടെ നമ്മുടെ മുൻപിലുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ 11 ദിവസത്തിനകത്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില വിടുതലുകളും അത്ഭുതങ്ങളും ഇന്ന് പകൽ ദൈവപൈതലേ, അത് നിന്റെ അവകാശമാണ്. അത് നീ പ്രാപിച്ചെടുക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാണ്. പലപ്പോഴും സ്വന്തം കാര്യങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലാതെ സ്വന്തം ലഭിക്കേണ്ട അവകാശങ്ങൾ അതിനെ പ്രാപിച്ചെടുക്കാതെ മുൻപിലോട്ട് പോകുന്ന അനേക വ്യക്തികളെ കാണാൻ കഴിയുന്നു. ആമേൻ. എന്നാൽ ഇവിടെ ദൈവം ഒരു അഭിഷക്തനെ തിരഞ്ഞെടുക്കുകയാണ്. സ്തോത്രം. ദൈവം ഒരുത്തനെ തിരഞ്ഞെടുത്താൽ അവന്റെ മുൻപിൽ നിൽക്കുന്ന താമ്ര കഥകളെ കർത്താവ് പൊട്ടിക്കും. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാരെ, ഏതൊക്കെയോ വിഷയത്തിൽ ഞെരുങ്ങി വേദനിച്ച്
ഭാരപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ ആമേൻ, നിങ്ങളുടെ മുൻപിൽ ആമേൻ സ്തോത്രം 2 ഓപ്ഷനാ ഇന്ന് പകൽക്കാലം. 1, സ്വന്തം കാര്യങ്ങൾ അതിനൊരു ഉത്തരവാദിത്വം കാണിക്കുക. 2, ദൈവ നിയോഗപ്രകാരം നമ്മിൽ ഏൽപ്പിച്ചിരിക്കുന്ന ചില വിടുതലുകൾ അത് ഏറ്റെടുക്കുക. ഈ 2 കാര്യങ്ങളിൽ കൂടെ തൻ്റെ അഭിഷക്തന്മാരെ ഇന്ന് പകൽക്കാലം വചനത്തിൽ ഉറപ്പിക്കാൻ പോകുകയാണ്. സ്തോത്രം. അതാ ഇവിടെ പറഞ്ഞു, ഞാൻ നിനക്ക് മുൻപായി. നോക്കിക്കേ, ഇത് ദൈവം കോരശിനോട് പറയുന്ന ഒരു ദൂതാണ്. 1-ാമത്തെ വാക്യം പറയുന്നു, യഹോവ തൻ്റെ അഭിഷക്തനായ പ്രൈസ് ദി ലോർഡ് കോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകൾ അവന് തുറന്ന് ആമേൻ കിടക്കേണ്ടതിനും വാതിലുകൾ ആമേൻ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവൻ്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഒരു ദൂത് പറഞ്ഞ ശേഷമാണ് ആമേൻ അവനെ ആ ഒരു ദൗത്യത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം ഇറക്കുന്നത്. ഇന്ന് പകലിൽ ദൈവം ഒരു ദൈവദാസനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ സകല ഉത്തരവാദിത്വവും മനുഷ്യനല്ല, ആമേൻ ദൈവത്തിനാണ്. പ്രൈസ് ദി ലോർഡ്. നീ എപ്പോ ഫലം കായ്ക്കണമെന്നും നിന്നിൽ ദൈവം വച്ചിരിക്കുന്ന വാഴ്ത്തത്വങ്ങൾ എപ്പോ നിറവേറണമെന്നും ആമേൻ നീയും ദൈവവുമായിട്ടുള്ള ബന്ധമാണ് അഭിഷക്തനെ. സ്തോത്രം. ഹല്ലേലൂയ. ഈ കാലഘട്ടങ്ങളിൽ ഒത്തിരി പ്രവചനങ്ങളും ദൂതുകളുമുണ്ട്. ആമേൻ. അത് നമ്മളുടെ ജീവിതത്തിനകത്തിരിക്കുന്ന ചില തടസ്സങ്ങളെ പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയാ, തൽക്കാല ആശ്വാസത്തിന് വേണ്ടി മാത്രമാണ് ദൂതുകൾ ആമേൻ അറിയിക്കുന്നത്. കേട്ടോ, പ്രൈസ് ദി ലോർഡ്. അത് ശാശ്വതമായ ഒരു പരിഹാരത്തിന് വേണ്ടി മാത്രമല്ല, തൽക്കാല ആശ്വാസത്തിന് ഒരു ദൂതറിയിക്കും. ആത്മഹത്യയിൽ വക്കിലിരിക്കുന്ന വ്യക്തികളെ അതിനകത്തുനിന്ന് ആമേൻ മോചിതരായി ദൈവസ്നേഹത്തിന്റെ ആഴത്തിലേക്ക് അവർ വരണമെന്ന്, ദൈവത്തിന്റെ നിയോഗപ്രകാരം അവർ നിൽക്കണമെന്നും ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി ദൈവം അവരെ ഉറപ്പിക്കേണ്ടതിനാണ് ചില ദൈവാലോചനകൾ അഭിഷക്തന്മാർ കൊടുക്കുന്നത്. ആമേൻ, ആമേൻ. അതവിടെ നിൽക്കട്ടെ. എന്നാൽ ഈ കോരശിനെ ദൈവം വിളിച്ച് ആമേൻ കർത്താവിന്റെ വേല ദൗത്യം ഏൽപ്പിക്കുമ്പോൾ 3-ാമത്തെ വാക്യം പറയുന്നു, നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്ന് ഉറപ്പിക്കുക. ആമേൻ. അപ്പൊ ഇന്ന് പകലിൽ ആമേൻ ഈ 2 ഓപ്ഷനിൽ 1, വാഴ്ത്തത്വം ചെയ്ത ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. മനുഷ്യൻ പലപ്പോഴും വാക്കു പറഞ്ഞാൽ മാറും. കേട്ടോ. എന്നാൽ ഇന്ന് പകലിൽ ആമേൻ നിങ്ങൾ ചിന്തിക്കാറുണ്ടോ, ഈ ശബ്ദം കേൾക്കുന്ന അഭിഷക്തന്മാരെ നിങ്ങൾ ചിന്തിക്കാറുണ്ടോ, ഈ ദൈവത്തെ അറിഞ്ഞതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം? ആമേൻ. ഈ കർത്താവിനെ അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ആമേൻ ഞാനും നിങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ ആയിപ്പോയേനെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവ ശബ്ദം നമ്മൾ കേട്ടത് കൊണ്ടല്ലേ? കേട്ടത് കൊണ്ട് മാത്രമാണോ? അതനുസരിച്ചത് കൊണ്ടല്ലേ? അനുസരിച്ചതുകൊണ്ട് മാത്രമാണോ? ദൈവം പറഞ്ഞത് അതേപടി നമ്മൾ ചെയ്തത് കൊണ്ടല്ലേ? ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അത് ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ അനുഗ്രഹമായി വെളിപ്പെടുമ്പോൾ ഇവിടെ പറയുകയാണ്, സ്തോത്രം, യഹോവ ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടത്തിലെ ഗുപ്തനിധികളെയും തരും. ആമേൻ. അപ്പോ പൈശാചിക മണ്ഡലങ്ങൾ ജനത്തിന്റെ വാഴ്ത്തത്വങ്ങളെ തടഞ്ഞ് ആമേൻ കൊടുക്കില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളി മുഴക്കി ഇരുട്ടിനകത്ത് കൊണ്ട് പതിയിട്ടിരിക്കുന്ന സകലത്തെയും ആമേൻ 4-ാം വാക്യം പറയുന്നു, എന്റെ ദാസനായ യാക്കോബ് നിമിത്തവും എന്റെ വൃതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്നെ ആമേൻ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. കണ്ടോ? ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമുക്കറിയാം,
വേദപുസ്തകത്തിനകത്ത് നിന്ന് ഏത് അഭിഷിക്തന്മാർ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചാലും, പ്രത്യേകിച്ച് വിവാഹ ശുശ്രൂഷകൾ, ഭവന പ്രതിഷ്ഠകൾ, ആമേൻ, മുതലായ കാർമ്മിക ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ, ആമേൻ, സ്തോത്രം, സ്നാനങ്ങൾ, ആമേൻ, കത്രുമേശകളൊക്കെ ചെയ്യുമ്പോൾ അഭിഷിക്തന്മാർ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നൊരു വിഷയമുണ്ട്. ഇങ്ങനെയാണ്, ആമേൻ, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവമേ എന്നൊരു വിളിയുണ്ട് കേട്ടോ. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ എന്നൊരു വിളിയുണ്ട്. അതിന്ന് പകൽക്കാലം ആരെയൊക്കെ നോക്കി സ്വർഗത്തിലെ ദൈവം വിളിക്കുന്നു. ആമേൻ, അബ്രഹാമിൻ്റെ ദൈവമാണ്, ഇസഹാക്കിൻ്റെ ദൈവമാണ്, യാക്കോബിൻ്റെ ദൈവമാണ് നിന്റെ ദൈവം. ആമേൻ. ദൈവം നിന്നെ ഒന്ന് ഉറപ്പിക്കുക ദൈവമൈതലേ. ഹല്ലേലൂയ. തിന്മകളെ മാത്രം നിരത്തിവെച്ച് ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യരുത്. തിന്മകളെ മാത്രം നിരത്തിവെക്കരുത്. ആമേൻ, സ്തോത്രം. നന്മ കിട്ടിയപ്പോഴും അതിനെപ്പോലും മറച്ചുവെച്ച് മുൻപിലോട്ട് യാത്ര ചെയ്ത ദൈവമൈതലേ, നിനക്ക് തിന്മയുണ്ടാകും. നന്മ ഉണ്ടാകുമ്പോൾ തന്നെ തിന്മയും വരും. നന്മ തന്നപ്പോ നമ്മൾ ദൈവത്തെ സ്നേഹിച്ചില്ലേ, തിന്മയും നമ്മൾ കൈക്കൊള്ളേണ്ടതാകുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചില തിന്മയുടെ ശക്തികൾ, ചില തിന്മയുടെ അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഭാരപ്പെടേണ്ട. അതും നമ്മൾ ഈ കാലഘട്ടത്തിൽ വേദപുസ്തക പ്രകാരം അത് നമ്മൾ അനുഭവിക്കേണ്ടതാണ്. ചില കഷ്ടതകൾ, വേദനകൾ, മനുഷ്യൻ നമ്മെ ഒറ്റപ്പെടുത്തുമ്പോൾ, ചർച്ചക്കാരും ബന്ധുക്കളും ബന്ധുമിത്രാദികളും രക്തബന്ധങ്ങളും എല്ലാം തച്ചുടഞ്ഞ് തകർന്നു പോകുമ്പോൾ, ഒറ്റപ്പെടുത്തുമ്പോൾ, മാറ്റി നിർത്തുമ്പോൾ, പരിഹസിക്കുമ്പോൾ, അവരെല്ലാം നമ്മെ മാറ്റി നിർത്തി കളിയാക്കുമ്പോൾ, സമൂഹത്തെ നമ്മെ വെറുപ്പിക്കുമ്പോൾ, അവിടെ എല്ലാം ചേർത്ത് പിടിച്ച് കണ്ണീർ തുടയ്ക്കുന്ന, ആമേൻ, സ്തോത്രം, എത്രയോ പ്രാവശ്യം ആത്മഹത്യക്ക് വേണ്ടിയും, ആമേൻ, നാട് വിട്ടു പോകാം, ആമേൻ, പല രാജ്യത്ത് പോയി, ആമേൻ, ഒളിച്ചു താമസിക്കാം എന്നൊക്കെ ചിന്തിച്ച ദൈവമൈതലേ, നിന്നോടാ പറയുന്നത്, നിന്നെ പേർ ചൊല്ലി വിളിച്ചൊരു ദൈവം ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ നിന്റെ മുൻപിൽ, ആമേൻ, കടന്നു വന്നിട്ടുണ്ട്. സർവോപരി നിന്നെ വിളിച്ചത് മനുഷ്യനല്ല ഹോരശേ, ഹോരശിനെ വിളിച്ചത് ദൈവമാണ്. ഇന്ന്, ആമേൻ, ദൈവം വിളിച്ചെങ്കിൽ അതിനകത്ത് നിൽക്കാൻ ഞാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ മാനിക്കാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. ഓ റിബലബ ശബനപരഗതുനി, മനുഷ്യന്റെ സഹായങ്ങൾ വൃഥമാണ്. അവർ നമ്മെ പരിഹസിക്കും, അവരോട് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കരുത്, അവർ നമ്മെ ഒറ്റപ്പെടുത്തും. പക്ഷേ ഒറ്റപ്പെടുത്താത്തൊരു ദൈവമുണ്ട് കേട്ടോ. കണ്ണീർ തുടയ്ക്കുന്ന, മാറോട് ചേർത്ത് പിടിക്കുന്ന, വാഴ്ത്തത്വങ്ങളെ, ആമേൻ, പൊട്ടിച്ചു തരുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലത്തിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ആമേൻ. കർത്താവിലേക്കൊന്ന് ഏൽപ്പിച്ച് നോയിക്ക്. 5-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതെ ഒരു ദൈവമില്ല. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്റെ അര മുറുക്കിയിരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ എന്നെ അറിയാതിരിക്കെ, ആമേൻ, ഞാൻ നിന്റെ അര മുറുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇന്ന് പകൽക്കാലം, ആമേൻ, ആമേൻ, നിന്നെ നിർത്തിയ ഒരു ദൈവം, നിന്നെ മാനിച്ചൊരു ദൈവം, എല്ലാവരും മാറ്റി നിർത്തിയപ്പോൾ, ആമേൻ, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ, ആമേൻ, ഹോരശിനെ ചേർത്ത് പിടിച്ച് സകല വാഴ്ത്തത്വങ്ങളും അവന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ നിയോഗപ്രകാരം സഞ്ചരിപ്പാൻ, ആമേൻ, യെശയ്യാവിന്റെ പുസ്തകം 44:28, ഇയ്യോബിന്റെ പുസ്തകം 12:21, യെശയ്യാവിന്റെ പുസ്തകം 45:20, ആമേൻ, ആമേൻ, 2-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോഴും, ആമേൻ, 21-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോഴും, അധ്യായം 22:21, ആമേൻ, സ്തോത്രം, യെശയ്യാവ് 41:13, ആമേൻ, 40:4, സങ്കീർത്തനം 107:16, ആമേൻ, യെശയ്യാവ് 43:1, ആമേൻ, യിരെമ്യാവ് 50:37, 51:13, ആമേൻ, യെശയ്യാവ് 62:2, യെശയ്യാവ് 44:8, പ്രൈസ് ദി ലോർഡ്, 37:20, ആമേൻ, മലാക്കി 1:22, ആമേൻ, സ്തോത്രം, ചേർത്ത് നമ്മൾ പഠിക്കുമ്പോൾ ഒരു വലിയ, ആമേൻ, അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ, ആമേൻ, സമർത്ഥനായ ദൈവമാണ് കേട്ടോ. പ്രാർത്ഥിക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിച്ചാട്ട് കൃപയുടെ മറവിൽ മറയ്ക്കണം. അത്ഭുതം ചെയ്യും കർത്താവ്. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു.